ചിരിയുടെ സൂത്രധാരന വിട. 4 പതിറ്റാണ്ട് ചിരിയുടെ സിംഹാസനം അടക്കി വാണ കോട്ടയം സോമരാജ് ഇനി മലയാളികളുടെ മനസ്സിൽ ഓർമ്മയായി അവശേഷിക്കും. വെള്ളിയാഴ്ച വൈകുന്നേരം അന്തരിച്ച കോട്ടയം സോമരാജിൻ്റെ സംസ്കാരം വൈകുന്നേരത്തോടെ മുട്ടമ്പലം വൈദ്യുതി ശ്മശാനത്തിൽ നടന്നു. ഇന്നലെ രാത്രി മെഡിക്കൽ കോളേജിൽ നിന്നും പയ്യപ്പാടിയിലെ വീട്ടിലെത്തിച്ച പ്രിയ കലാകാരൻ്റെ മൃതദേഹം ഇന്ന് രാവിലെ 10 മുതൽ പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. കലാഭവൻ പ്രചോദ്, കണ്ണൻ സാഗർ അടക്കം നിരവധി കലാകാരന്മാരാണ് സോമരാജിനെ അവസാനമായി കാണാൻ എത്തിയത്. കലാകാരന്മാരുടെ നിരവധി സംഘടനകളാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ഹാസ്യകലയുടെ സൂത്രധാരനായിരുന്നു കോട്ടയം സോമരാജ് എന്ന് കണ്ണൻ സാഗർ അനുസ്മരിച്ചു. ഏറെ ആരാധനയോടെയാണ് അദ്ദേഹത്തെ നോക്കിക്കണ്ടത്. കലാകാരിലെ നിഷ്കളങ്കനായിരുന്നു സോമരാജ്. ഇവിടെ ഒരു കോട്ടയത്ത് വലിയ പ്രഗത്ഭ ട്രൂപ്പുണ്ട്. കോട്ടയം സോമരാജ്, നസീർ, കറുകച്ചൽ നസീർ, ഇപ്പോഴാണ് കോട്ടയം നസീർ, സംക്രാന്തി നസീർ, ഇങ്ങനെയുള്ള ആൾക്കാർ വെച്ച് വലിയൊരു ട്രൂപ്പുണ്ട്. മക്കൂസ് എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ യാദൃശ്യമായിട്ടെങ്കിലും നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരുടെ അപ്പോൾ ഞാൻ ഇവരുടെ പരിപാടി പോയി കാണുമ്പോൾ ഞാനും ആഗ്രഹിച്ചു ഒപ്പം തമാശകൾ ഒരു കോമാളിയായി കയറിയെന്നെങ്കിലും ആഗ്രഹിച്ചു. പക്ഷേ അവർക്ക് എന്നെ അറിയത്തില്ല. എനിക്ക് വരെ പരിപാടി കാണുമൊക്കെ അറിയാം. അതിനകത്ത് വ്യത്യസ്തമായിട്ടൊരു സംഭവം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അത് എഴുതിയതും കോട്ടയം സോമരാജ് എന്ന് പറഞ്ഞാൽ വലിയ കലാകാരനായിരുന്നു. കാരണം ഈ സമ്പതിയെ പിടിച്ചു നിൽക്കുന്ന തമാശകളുടെ സൂത്രധാരനാണ് സോമരാജ്. നിരവധി സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ സാമുദായിക നേതാക്കളും അന്തിമോപചാരം അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.